ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ മറ്റൊരു ദിവസമാണ് ബോംബെയിലെ മറ്റൊരു വീഡിയോ കൂടെ. ഇന്ന് നമ്മൾ പോകുന്നത് ഭയങ്കര ഒരു സ്ഥലത്തേക്കാണ്. അതായത് നമ്മുടെ കാമാത്തിപുര എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാട്ടോ. അപ്പം ഞാൻ ബസ്സിൽ തന്നെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാമാത്തിപുരം അയാളിൽ നിന്ന് നോക്കണം. ബാക്കി 10 രൂപ കൊടുത്തിട്ട് 5 രൂപ ടിക്കറ്റ് ഉള്ളൂ. 10 രൂപ കൊടുത്തിട്ട് ബാക്കി 10 രൂപ ഇങ്ങനെ എറിഞ്ഞു അയാളിൽ നിന്ന് നോട്ടം. അപ്പം ഞാനത് ഇങ്ങനെ നമ്മുടെ ഏതാണ്ട് ടാക്സി ഡ്രൈവർ ആട്ടോ മൂപ്പരോട് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞു. ഇങ്ങനെ സംഭവം മൂപ്പർ അതങ്ങനെയാണ്, അങ്ങനെ ഒരിക്കലും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ നോക്കുമെന്ന് പറഞ്ഞു. എന്തായാലും നമ്മുടെ ആകർഷമായ വീഡിയോയിലേക്ക് ഒന്നും നമ്മൾ ധാരാവിയിൽ പോയ പോലെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടി നമ്മൾ ഗല്ലിയിലേക്ക് ഇറങ്ങി നടക്കാൻ പോകുക കേട്ടോ. भैया कुछ डरने का कुछ नहीं है ना इधर किधर ऐसा यही गली है यहाँ से स्टार्ट करोगे आगे अच्छा एकदम आगे सिंगल है वहाँ तक है यहाँ से स्टार्ट करो सीधा ऐसा किसका स्टार्ट कर सकते हैं ओके इधर कैसे मालूम है ऐसा बाजार है ना वो बाजार आगे है स्टार्टिंग यहीं से है ये अच्छा सब भी बाजार है पर ये टाइम पे नहीं है अच्छा ऐसा रात को रहता है हाँ रात को पूरा ऐसा रहता है ओके ശരി ഓക്കെ എന്നാല് पास आपको कोई न कोई मिल जाएगा इधर से स्टार्ट है ये टैंक से यहाँ से स्टार्ट ओके थैंक यू അപ്പം നമ്മളെ ഡ്രൈവർ ഭായി എന്താണ് പറഞ്ഞു വെച്ചാൽ ഇതാ ഈ ടാങ്ക് കണ്ടില്ലേ, ഇതാണ് ടാങ്ക്. അപ്പം ഇത് പ്രശസ്തമായ നമ്മുടെ പണ്ടത്തെ റെഡ് സ്ട്രീറ്റ് എന്ന് തന്നെ പറയാം കേട്ടോ, ബോംബെയിലെ റെഡ് സ്ട്രീറ്റ്. ഇപ്പം ഒരുപാട് കുറഞ്ഞു കഴിഞ്ഞു. ഈ ടാങ്ക് മുതലാണ് സ്റ്റാർട്ടാവുന്നത്. അപ്പം ഞാൻ പകൽ രാത്രി വരാൻ പേടിച്ചിട്ടാണ് ഞാൻ പകൽ വന്നത്. രാത്രി വരികയാണെങ്കിൽ ഈ 2 റോഡിൻ്റെ സൈഡ് പബ്ലിക്കൊക്കെ എല്ലാവരും പോകും, 2 റോഡിൻ്റെ സൈഡ് ഉണ്ടാവും. പക്ഷേ രാത്രി വരുമ്പോൾ വേറെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ രാത്രി ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമുണ്ടോ, ക്യാമറ ഒക്കെ പിടിച്ച് പറിക്കാനും എടുത്ത് വലിക്കാനൊക്കെ ഉണ്ടാവില്ല. ഇത് കണ്ടോ മുകളിലൊക്കെ റൂമാണ്, ഇതുപോലുള്ള റൂമാണ് കണ്ടോ കംപ്ലീറ്റ്. ആ ടാങ്കിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടാണ്. പിന്നെ ഇങ്ങനെ നേരെ പോയി നമ്മൾ പോകുകയെന്നാണ് പറയുക. എന്തായാലും നമുക്കിങ്ങനെ പോയി നോക്കാം. ഇപ്പം ഒന്നുമില്ല, ഇപ്പം നോർമലായിട്ടുള്ള ഒരു സ്ട്രീറ്റാട്ടോ ഇത്. ഇപ്പം ഞാൻ റോഡ് ക്രോസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ആ സൈഡാണ് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ നിൽക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലേ മേക്കപ്പൊക്കെ ചെയ്ത് നോക്കും, ഇതുപോലെ മേക്കപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഉള്ള എൻ്റെ പൊന്നു മോനെ റോട്ടിലിങ്ങനെ നിൽക്കുന്ന കഥ അല്ല. ഇതാണ് ഒന്നും പറയാനോ ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അവരെ കൊണ്ട് ഇതുപോലെ ഗല്ലിയുണ്ട് കണ്ടോ, മുകളിലേക്കുള്ള ഗല്ലിയാണ്. ഇതുപോലെ റോഡ് സൈഡ് ഇങ്ങനെ നിൽക്കും, നല്ല ഇതൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ നിങ്ങൾ കാണുന്നുണ്ടോ, ഇതുപോലെ നിൽക്കും. അടുത്ത് പോയിട്ട് എടുക്കാൻ പറ്റില്ല, അടുത്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം പകലാകുമ്പോൾ വലിയൊരു കുഴപ്പമില്ല. അത് കണ്ടില്ലേ ഇതുപോലെ റോഡ് സൈഡിൽ നിന്ന് വിളിക്കിട്ടോ. ഇതിപ്പോൾ നമ്മൾ രാത്രിയൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ പിടിച്ച് പറിക്കുക എന്തെങ്കിലും സംഭവം ചെയ്യും. കയ്യിലെ പേഴ്സ് എടുക്കും, ക്യാമറ ഒക്കെ. അതിനെക്കൊണ്ടാണ് ഞാൻ പകൽ വന്നത്. എന്തായാലും നമ്മൾ കണ്ടില്ല, ഇപ്പോൾ റോഡ് സൈഡ് നിൽക്കുന്ന കണ്ടില്ല, ആ ഒരു സംഭവമാണ്. ഇത് പകലാനെ കൊണ്ട് ഒന്നും അറിയുന്നില്ല, കാരണം പകലിതാണല്ലോ. ഇപ്പോൾ ആൾക്കാരൊക്കെ സാധാരണ പബ്ലിക്കൊക്കെ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഒന്നും അറിയാത്തത്. ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, റോഡ് സൈഡ് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ പകല് അത്രയ്ക്കില്ല. എന്നാലും നമ്മൾ കാണിച്ചത് അവരെ നേരെ ഇട്ടിട്ട്, അതായത് നമ്മുടെ ഡ്രൈവർ പറഞ്ഞ് നേരിട്ട് മുഖത്ത് കൊണ്ട് ഷൂട്ട് ചെയ്യുക ഒന്നും ചെയ്യും തരുത്. ജസ്റ്റ് ഇങ്ങനെ ദൂരം പോകുമ്പം ഒന്ന് ഷൂട്ട് ചെയ്യട്ടോ. ഷൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പോകും, അവരൊന്നും പറയുന്നില്ല. അപ്പോൾ എനിക്കൊരു ചെറിയ പേടിയുണ്ട് അവിടെ അടുത്ത് പോകാൻ. എന്തായാലും നമുക്ക് അടുത്ത ഒരു ഗല്ലി കൂടെ പോയി നോക്കാം. അപ്പോൾ ആ ഗല്ലി അപ്പോൾ അതിനെ കൊണ്ട് പകല് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ പബ്ലിക്കും ആൾക്കാരൊക്കെ എല്ലാവരും കൂടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ പകല്. ഈ റോഡ് കണ്ടോ, ഈ നേരെ കാണുന്ന ബിൽഡിങ് കറക്റ്റ് അതിൻ്റെ കണ്ടോ, അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് റോഡ് സൈഡിൽ. കണ്ടോ അവർ ചീത്ത പറയുന്നുണ്ട്, എടുക്കുന്നതൊക്കെ ചീത്ത പറയുന്നുണ്ട്. ഇപ്പം തന്നെ അവർ ചോദിച്ചു നമ്മൾ ചോദിച്ചാൽ നിങ്ങൾ എന്താ എടുക്കണമെന്നുണ്ട്. പോലീസുകാരും ഉണ്ട് ഇതായിട്ട് കണ്ടോ. ഞാൻ ഇപ്പോൾ വരുമ്പോൾ തന്നെ ഒരു അയമ്മ ചോദിക്കുന്നത് ക്യാ കറേ ഞാൻ പറഞ്ഞു ഒന്നും എടുക്കില്ല, ഞാൻ ആ ബിൽഡിങ് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കണ്ടോ. അപ്പോൾ രാത്രി വരികയാണെങ്കിൽ പെടും, 8ൻ്റെ പെടും. അപ്പോൾ എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് വലിയ അത് കണ്ടില്ല, ഇതൊക്കെ ഗല്ലിയാണ്. ഈ സാധാരണ ഗല്ലി കമ്പൊക്കെ ഗല്ലിയാണ്. രാത്രി വരികയാണെങ്കിൽ എന്തായാലും പെടുന്നുള്ള കാര്യം ഉറപ്പാട്ടോ. കാരണം പകൽ തന്നെ അവരിങ്ങനെ ചെയ്യുമ്പം രാത്രി എന്തായാലും അവർ ഉപദ്രവിക്കും, ക്യാമറ ഒക്കെ എടുക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പോലീസുകാരോട് കംപ്ലയിൻറ്റ് ചെയ്യുകയാണെങ്കിലും നമ്മളൊന്നും പറയാൻ പറ്റില്ല. കാരണം അവർ പറയും നീ എന്തിനാ അതിൻ്റെ ഉള്ളിൽ പോയി ആണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് ആ ഒരു സ്ട്രീറ്റ് ഇതൊക്കെ നമ്മൾ കണ്ട് നമ്മൾ മെല്ലെ ആ ഒരു സ്ത്രീ നമ്മളോട് ചോദിച്ചില്ല എന്തിനാണ്. അപ്പം തന്നെ ഏകദേശം ഞാനൊന്ന് ചെറുങ്ങനെ പേടിച്ച് എല്ലാം കൊണ്ട് പോകുന്നു. കാരണം അവർ
എന്താ ചോദിച്ചിട്ട് 2-3 സ്ത്രീകൾ ഒന്നായിട്ട് കൂടിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ആ ബിൽഡിങ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ ജസ്റ്റ് ഇങ്ങോട്ട് പോന്നു. അതാ പറഞ്ഞത്. അപ്പോൾ ഡേഞ്ചറാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ പോയി ചെയ്യുമ്പം പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ പറയാം. കാരണം രാത്രി വരികയാണെങ്കിൽ 100% പെട്ട്. പകൽ പോകുമ്പം എന്തായാലും ഇപ്പോൾ ഒരു പബ്ലിക്കാണെന്നുള്ള ആ ഒരു നില നമുക്ക് തരും. പോലീസിൻ്റെ വണ്ടിയൊക്കെ ഉണ്ട് അവിടെ എൻട്രൻസിൽ തന്നെ ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ട് അവിടെ. എപ്പോഴും അത് പെർമനൻ്റ് ആയിട്ട് ആ ഒരു പോലീസിൻ്റെ വണ്ടി അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം ആളുകളോട് നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഭയങ്കര ഒരു മടിയാട്ടോ. എനിക്കറിയില്ല. ഇപ്പം ഞാൻ 1-2 അഡ്രസ്സ് ജസ്റ്റ് എവിടെ പോകേണ്ടത് ചോദിക്കാൻ വേണ്ടി അതിലൊരു കോളേജ് പഠിക്കുന്ന ഒരു പയ്യനോടാണ് ഞാൻ ചോദിച്ചത്. വലിയ ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഒരു മടി. അവർ എൻ്റെ മുഖത്തോട്ട് ഒരു നോട്ടം ഇങ്ങനെ നോക്കും. ഇങ്ങനെ ഒരു നോട്ടം നോക്കും. അപ്പം ഞാൻ എന്താക്കി, ഞാനൊരു ചെറിയ പയ്യന ഒരു കോളേജ് പഠിക്കുന്ന പയ്യനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചാനലിനെ അവന് ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ പറഞ്ഞു ഭയ്യ ആ സൈഡിൽ പോയിട്ട് ആ തെരുവിൽ കംപ്ലീറ്റ് ഇതാണ്. പകൽ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ, ഈ റോഡ് സൈഡിൽ കുറച്ച് ആൾക്കാർ നിൽക്കുകയുള്ളൂ. രാത്രി ആകുമ്പോഴാണ് കൂടുതൽ കംപ്ലീറ്റ് ഇതാവുക. അപ്പോൾ രാത്രി ഭയ്യ വരികയാണെങ്കിൽ ചിലപ്പം ഭയ്യൻ്റെ പേഴ്സൊക്കെ എടുക്കും, പൈസ ഒക്കെ എടുക്കും, ക്യാമറ ഒക്കെ പിടിച്ച് വാങ്ങും. പോലീസിനോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെറുതെയാണ്. അത് പോയാൽ പോയി. ഞാൻ അപ്പോഴെന്നെ പകുതി പേടിച്ചു. എന്നിട്ടും ജസ്റ്റ് ഒരു ചെറിയൊരു ഇത് വെച്ചിട്ടാണ് ഞാൻ പോയത്. ആ എൻട്രൻസിൽ നിൽക്കുന്നത് അവിടെ ഇങ്ങനെ വരിക്ക് നിൽക്കുക, റോഡ് സൈഡിൽ നിൽക്കുന്നത്. ചില ആൾക്കാർ ക്യാമറ കാണുമ്പോൾ ഇങ്ങനെ മുഖം തിരിക്കും. ബാക്കിയുള്ളവർ ഇങ്ങനെ സൈഡിൽ ജസ്റ്റ് നോക്കിയിട്ട് അതിൽ 2-3 സ്ത്രീകൾ മാത്രം എന്നോട് ചോദിച്ചു, ദേഷ്യപ്പെട്ട് ചോദിച്ചു എന്താ എങ്ങനെ എടുക്കും. ഞാനും ജസ്റ്റ് മെല്ലെ പറഞ്ഞ് ഒഴിവായി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം. ഇപ്പം ആളുകൾക്കൊരു മടിയാണിത്. കാരണം എന്താ വെച്ചാൽ ഇതിൽ 2 ഇതുണ്ട്. ഇവിടെ നല്ലവരായിട്ടുള്ള ഫാമിലി കുടുംബങ്ങൾ ഒരുപാട് ജീവിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചെറിയൊരു കാമാത്തിപുര എന്ന ഈ സ്ട്രീറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് അതൊരു നാണക്കേടായിട്ട് മാറിയിരിക്കുന്നു. പണ്ടത്തെ പോലെയല്ല. ഇത് എത്ര പേര് കേട്ട പക്ഷേ ഒരു റെഡ് സ്ട്രീറ്റ് ആണെങ്കിൽ കൂടെ സാധാരണ ആയിട്ടുള്ള ജനങ്ങൾ ഒരുപാട് ഇവിടെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കുട്ടികൾ, അവരുടെ മക്കൾ, പെൺകുട്ടികളൊക്കെ വളരുമ്പം അവർക്ക് നാണക്കേടാണ്. അപ്പോൾ ഞാനിപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ തന്നെ അവർ പറഞ്ഞ ഒരു ഓട്ടോ ഡ്രൈവറൊക്കെ പറഞ്ഞ പണ്ട് ഇവിടെ ആയിരുന്നു അവർ സെറ്റിൽഡ്. അപ്പോൾ അവർ 2 കുട്ടികളൊക്കെ വലുതായി കോളേജിലൊക്കെ പഠിക്കാൻ പോയപ്പം മെല്ലെ ഇവരും നല്ലൊരു സ്ഥലം അവർ കാലിയാക്കിയിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി. കാരണം പെൺകുട്ടികളൊക്കെ എവിടെയാണ് കാമാത്തിപുരേൻ്റെ അടുത്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ആലോചനയോ അങ്ങനെയൊന്നും വരില്ല എന്നാണ് ആ മൂപ്പര് പറഞ്ഞത്. നല്ലൊരു ടാക്സിക്കാരനാണ്. കറക്റ്റായിട്ടുള്ള എനിക്ക് ഡീറ്റെയിൽ തന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും മാറിപ്പോകും. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഞാൻ ബസ്സിൽ നിന്ന് ഞാൻ ചോദിച്ചു. ഞാൻ ബസ്സിൽ കയറിയിട്ട് ടാക്സിക്ക് ഞാൻ ചോദിച്ചപ്പോൾ 200 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ ബസ്സിൽ ഞാൻ കയറിയിട്ട് കണ്ടക്ടറോട് ഞാൻ പറഞ്ഞു ഞാൻ 10 രൂപ കൊടുത്തിട്ട് വന്നു. ഞാൻ കുറച്ച് ഇതിൽ തന്നെ കാമാത്തിപുര എന്ന് പറഞ്ഞു. നമുക്ക് അതിനെപ്പറ്റി വലിയ ഒരു ഇതില്ലല്ലോ, ധാരണയില്ലല്ലോ, പേര് കേട്ടിട്ടുണ്ടെന്നല്ലാതെ. അപ്പോഴും അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ബാക്കി 5 രൂപ അങ്ങനെ ജസ്റ്റ് ഒറ്റ എറിയൽ ഒരു ബഹുമാനം. അപ്പോൾ അയാളുടെ വിചാരം നമ്മളെന്തോ തെറ്റായ രീതിയിലേക്ക് ഉള്ളതാണെന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടില്ല, ഷൂട്ട് ചെയ്യാൻ ആ ചാനൽ പറഞ്ഞില്ല. പിന്നെ ടാക്സിക്കാരനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, സംഭവം പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ ചാനൽ പറഞ്ഞപ്പോൾ അയാൾ കാര്യമായിട്ടുള്ള ഡീറ്റെയിലൊക്കെ പറഞ്ഞു. കറക്റ്റ് സ്ഥലത്ത് ഇറക്കി വിട്ടിട്ട് പറഞ്ഞു നന്നായി രാത്രി വരാൻ. രാത്രി വന്നു കഴിഞ്ഞാൽ പെട്ടുപോകുമെന്ന് പറഞ്ഞു. നന്നായി ഞാൻ പകൽ വന്നു തന്നെ. അപ്പോൾ പകൽ നമ്മൾ ജസ്റ്റ് ഒരു സ്ട്രീറ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ, ആ ഒരു സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നതെന്നല്ലേ. രാത്രിയാകുമ്പം ഒരുപാട് ഈ ഏരിയ മൊത്തം കംപ്ലീറ്റ് പബ്ലിക്കൊക്കെ ഉള്ളിൽ പോകും. എല്ലാവരും ഒരു 8-9 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നു. പിന്നെ രാത്രി മൊത്തം ഇവരെ ഇതാണ് ഈ സ്ഥലം. ഇവിടെ ഇത് പറഞ്ഞാൽ ഇവരെ വീടും തന്നെയാണ്, ഫ്രണ്ടിൽ നിൽക്കും വീടും എല്ലാം തന്നെയാണ്. എന്തൊരു ജീവിതമല്ലേ. പക്ഷെ അവർക്ക് അതൊരു ഇതില്ല കേട്ടോ. അവർ എന്തോ ഒരു ഇതുപോലെ അവർ ജീവിക്കുന്നു, യാതൊരു പ്രശ്നമില്ല. പബ്ലിക്കിന് മുന്നിൽ തന്നെ നിൽക്കുന്നത്, രാവിലെ നിൽക്കുന്നു. ഓരോരുത്തരുടെ ജീവിതശൈലി പിന്നെ ഓരോ അബദ്ധത്തിൽ പെട്ടുപോകുന്നത്, ഓരോ കാര്യങ്ങൾ കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെടാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡ്രൈവർ പറഞ്ഞ് പണ്ട് കാലത്താണ് ഇവിടെ ദാദമാരും കണ്ട് കളിയാണ്. ഇവിടെ ഓരോ ഏരിയയ്ക്ക് ഓരോ ആൾക്കാർ ഭരിച്ചിരുന്ന സ്ഥലം പോലും ദാദമാരും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ അണ്ടറിലാണ് എല്ലാം ഉണ്ടാവുക. അങ്ങനെ പിടിച്ചു പറയും അതും ഇതും എല്ലാം നടന്നിരുന്നൊരു സംഭവമാണ്. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ആളുകൾക്ക് ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ ഇവിടുത്തെ ആൾക്കാരോട് സംസാരിച്ച ഒരു അറിവ് വെച്ചിട്ട് ഈ ആളുകൾക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു സ്ഥലം ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ള ഒരു ഘട്ടത്തിലായിരിക്കും. കാരണം ഈ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു നാണക്കേട് പോലെ, നമ്മൾ ഇവിടെയാണെന്നുള്ളൊരു നാണക്കേട്, വളർന്നു വരുന്ന പെൺകുട്ടികൾ, വളർന്ന കുട്ടിയൊക്കെ അവർക്ക് ഒരു നാണക്കേട് പോലെ ആയിട്ടുണ്ട്. പക്ഷെ എന്താണല്ല ഗവൺമെൻറ് അംഗീകൃതമായിട്ട് ഗവൺമെൻറ് പോലീസ് അറിഞ്ഞുകൊണ്ടുള്ള ഈ ഒരു സ്ഥലം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. എന്താണ് കാരണം എന്ന് വെച്ചാൽ ചിലപ്പം വേറെ കാര്യങ്ങളായിരിക്കും. ജീവിക്കാൻ കുറച്ച് ആൾക്കാർ അവരൊരു യൂണിയനിൽ ഒന്നൊന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട്. വലിയ ഒരു കമ്മ്യൂണിറ്റി പോലെ നിൽക്കുന്ന ഇതാണ്. അപ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗം വേറെ വഴിയില്ലാത്തതിനെ കൊണ്ട്
ഗവൺമെൻറ് അങ്ങനെ അംഗീകരിച്ചിട്ട് ആ ഒരു രീതിയിൽ കൊടുത്തതായിരിക്കാം എന്ന് അങ്ങനെ വിചാരിക്കുന്നു. എന്തായാലും ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കാമാത്തിപ്പുറയിൽ നിന്ന് എടുത്ത് കുഴങ്ങി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ജ്യൂസോ എന്തെങ്കിലും കുടിച്ചിട്ട് നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നീങ്ങാം. ഓക്കെ, അപ്പം നമ്മളെ എടുത്ത എൻ്റെ ഒരു അറിവ് വെച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ ഒരു റെഡ് ഷീറ്റ് ഇവിടെ ഉള്ളത് കൊണ്ട് കുറേയൊക്കെ പറയുകയാണെങ്കിൽ കുറേ ഈ ഇങ്ങനെ പിടിച്ചുപറി അങ്ങനത്തെ കയറി പിടിക്കുന്ന അങ്ങനെ സംഭവങ്ങൾ കുറേ ഒഴിവാകും. അപ്പോൾ അതുകൊണ്ട് പണ്ട് മുതലേയുള്ള ഇപ്പം ഏകദേശം അത് പണ്ടത്തെ ആ ഒരു ഇതില്ലാതെ കുറഞ്ഞ് വരുന്നുണ്ട്. ആളുകൾക്ക് തീരെ ഇഷ്ടമല്ലാതെ ഇങ്ങനെ ഒരു ഏരിയ. പക്ഷേ കുറേ ആൾക്കാരെ ജീവിതമാർഗ്ഗം അതിലായതുകൊണ്ട് അവരെ നിർബന്ധപ്രകാരമാണ് ഗവൺമെൻറ് വഴങ്ങി അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് തോന്നുന്നു. അപ്പം ഇവിടേക്ക് എങ്ങനെ വരണം, ഇതിൻ്റെ ബസ് നമ്പർ എന്താണ്, ഏത് രീതിയിൽ നമുക്ക് വരാം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഷെയർ പറയുന്നില്ല. കാരണം നമുക്ക് അങ്ങനത്തെ ഒരു ആവശ്യം നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെ ചെയ്യേണ്ടെന്നുള്ള അതൊരു തെറ്റായ രീതിയാണ്. ഇത് തന്നെ കാലക്രമേണ ഈ ഒരു കാമാത്തിപ്പുര എന്ന ഒരു സംഭവം ഇല്ലാതിരിക്കട്ടെ, അങ്ങനെ മാഞ്ഞു പോട്ടെ, ഇവിടെയുള്ള ആളുകളൊക്കെ നല്ല അന്തസ്സോടെ കൂടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും നമുക്ക് ഈ കാമാത്തിപ്പുരയുടെ വീഡിയോ ഇവിടുന്ന് നമുക്ക് നിർത്തുകയാണ്.